അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇത്രയും താമസിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എഡിറ്റ് ചെയ്യാനൊന്നുള്ളൊരു സമയമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നു ഞങ്ങളൊരു 3:30 ആയപ്പോഴത്തേക്കാണ് കേട്ടോ വന്നത്, രാത്രി. അതല്ല, വെളുപ്പിനെ. അപ്പോഴത്തേക്ക് അച്ഛമ്മ അവൾക്ക് കുഞ്ഞിന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചു. അപ്പോഴത്തേക്ക് വൈകി ആ എക്സൈറ്റ്മെൻറ്റിലങ്ങിരുന്നു. പിന്നെ എപ്പോഴോ ഉറങ്ങി, നല്ല ലേറ്റായിട്ടാണ് കേട്ടോ ഉറങ്ങി. എന്നിട്ട് ഒത്തിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ എണീച്ചത്, കാരണം നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ എണീച്ച് വന്നു. സുഖമാണോ? നിനക്ക് സുഖമാണോ? ആണോ? ആ പിന്നെ അങ്ങനെ നല്ല ചൂട് ചായ 10 മണിക്ക് നല്ല തണുത്ത വിറങ്ങലിച്ചെടുത്ത് കുടിച്ചു ഞാൻ. ചൂടാക്കാനുള്ള സാവകാശമൊന്നും ഞാൻ നിന്നില്ല, പെട്ടെന്ന് എടുത്ത് കുടിച്ചു. അതാകുമ്പോൾ നല്ല ചക്കയും മീൻകറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഉച്ചയായി അപ്പോഴത്തേക്കാണ് ഞങ്ങൾ എണീച്ചത്. ഇത് അച്ഛൻ ഇവിടെ കൃഷി ചെയ്യുന്ന കുമ്പളങ്ങയാണ് കേട്ടോ. അത് കടയിൽ കൊടുക്കാനായിട്ട് എടുത്തിട്ട് പോവാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. നമ്മൾ വൈകെ ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു. സ്കിൻ ഡോക്ടറെ നമുക്ക് ഇവിടെ വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നാട്ടിലോട്ട് വന്നത്. അങ്ങനെ പോയി കുഞ്ഞിനെ ഡോക്ടറിനെയൊക്കെ കാണിച്ചു. പിന്നെയും കുറച്ച് പ്രോസസ്സുണ്ട്. ഈ മാസം ഫുള്ള് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെ തന്നെ പോകണം. അതൊക്കെ അങ്ങനെയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇവൾ ജനിച്ചപ്പം തൊട്ട് നമുക്ക് കുഞ്ഞിന് ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടല്ലോ. അപ്പം ആദ്യം 2-3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആ സ്കിന്നിൻ്റെ കണ്ടീഷൻസ് മാറുമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവർക്കൊരു ചെറിയ റെഡ്നെസ് ഉണ്ട് കാലിലും കയ്യിലും, ആ ഒരു റൈറ്റ് സൈഡ് മാത്രം കേട്ടോ. അപ്പോൾ അതിന് കുഞ്ഞുനാളെ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് വലുതായിട്ടല്ലേ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അവൾക്ക് 8 വയസ്സായി. ഇപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ വിശന്ന് തളർന്നാണ് നമ്മൾ തിരിച്ചിങ്ങി പോരുന്നു. വീട്ടിൽ വന്ന് കഴിക്കാമെന്നൊക്കെ വെച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞാൻ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇമ്പീരിയൽ കിച്ചണിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അവിടെ നല്ല രസമുണ്ട് കേട്ടോ. അവരിവിടെ പഴയ ആക്ടേഴ്സിനെയും പുതിയ ആക്ടേഴ്സിനെയും ഒക്കെ ഒന്ന് അവിടെ സെറ്റ് ചെയ്തിങ്ങനെ, അതായത് ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. രസമുണ്ട് കാണാൻ കേട്ടോ. മൊത്തത്തിലൊരു ഫിലിം തീമിലാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് ഫുള്ള്. കണ്ടോ, ക്യാമറ, പഴയ ക്യാമറ, അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നിരിക്കാൻ. അവള് കഴിക്കത്തില്ല. ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല അടിപൊളി ഡേറ്റ്സ് പിക്കിളുണ്ടായിരുന്നു കൂടെ. ബിരിയാണി നോർമൽ ബിരിയാണി ആയിരുന്നു, പക്ഷേ ആ പിക്കിളാണ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ഷാർജയും കൂടെ കുടിച്ചു. വൈകയ്ക്ക് മേടിച്ച ഷാർജ പിന്നെ ഞാൻ എക്സ്ട്രാ വാങ്ങിക്കാനൊന്നും പോയില്ല, കാരണം എനിക്കറിയാം അവളത് കംപ്ലീറ്റ് കുടിക്കത്തില്ലെന്ന്. പിന്നെ നമ്മൾ തന്നെ കുടിച്ച് തീർക്കണമല്ലോ. അങ്ങനെ വീട്ടിൽ വന്ന് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യമാകുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. പിന്നെ ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ട കാര്യങ്ങൾ കടന്നു പോയല്ലേ പറ്റും. അങ്ങനെ ഇവർക്ക് ചെറുപ്പത്തിൽ, അതായത് ജനിച്ച സമയത്ത് തന്നെ ബോഡി ഫുൾ ബ്ലൂ കളറായിരുന്നു. അതിൻ്റെ കൂടി റെഡ്നെസ് ഉണ്ടായിരുന്നു. ബ്ലൂ കളർ പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് അത് ഫെയ്ഡായി മാറിയിരുന്നു. പക്ഷേ ഭയങ്കര സെൻസിറ്റീവാണ് കേട്ടോ അവളുടെ സ്കിന്ന്. വെയിലും തണുപ്പും എല്ലാവർക്കും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ നാട്ടിലെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ